ഹലോ, ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് അവിയൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പച്ചക്കായ ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ ബീൻസ്, പയർ, പിന്നെ നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട്, മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. ഒത്തിരി കൂടിപ്പോവരുത്. മുളക് ഞാൻ ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. ഞാനിവിടെ ചേനയും മത്തയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏതാണ്ട് 1/2 കിലോനോളം വരും കേട്ടോ. അങ്ങനെ അളന്ന് വാങ്ങിച്ചതാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുക്ക് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് വെന്ത് പോകുന്ന പച്ചക്കറിയുണ്ട് ഇതിൽ, പിന്നെ കുറച്ച് വേഗമുള്ളതുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ചേനയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. ചേന എനിക്ക് കുറച്ച് അലർജിയാണ്, ഇങ്ങനെ ചൊറിയുന്നതുകൊണ്ട്. എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇത് മുറിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ മുഴുവൻ പച്ചക്കറി ഇതേ നീളത്തിൽ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. അതാ ആദ്യം ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചേന പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയർ ഇട്ട് കൊടുക്കണം. നമ്മുടെ ആ വള്ളിപ്പയറാണിത് കേട്ടോ. ഇനി മുരിങ്ങയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മേളിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇട്ട് കൊടുക്കുന്ന പച്ചക്കറി ഇനി നമ്മൾ ഒട്ടും തന്നെ ഇളക്കണ്ട കേട്ടോ. ഇനി നേരത്തെ നമ്മൾ കാണിച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം. ക്യാരറ്റിനൊന്നും അത്ര വലിയ ഒരു വേഗമൊന്നുമില്ല കേട്ടോ. എല്ലാത്തിൻ്റെ മേതെ നമ്മളിതാ മത്തനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മത്തനിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഏറ്റവും മേലെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് കുറച്ചധികം നീളമുള്ളതായതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഉപ്പിട്ട് കൊടുക്കണം. 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിട്ട പച്ചക്കറികളൊക്കെ വേഗിനനുസരിച്ചാണ് കേട്ടോ താഴെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം. ഇതിപ്പോൾ 1 കപ്പോളം വെള്ളമുണ്ട് കേട്ടോ. 250 ml ആണ് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ ഈ ഒരു അളവ് മതിയാവും. ഇനി കുക്കറിൻ്റെ വിസിൽ ഊരി വയ്ക്കണം. എന്നിട്ട് അടച്ച് വെച്ച് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം. അതാ വിസിൽ ഇതുപോലെ ഊരി വെച്ചതിന് ശേഷം നമ്മൾ വളരെ കുറഞ്ഞ തീയിലിടണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. അപ്പോൾ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ ഏതാണ്ട് ഒരു തേങ്ങ ചെറിയതാണ് കേട്ടോ. ഒരു മുറിയല്ല, ഒരു തേങ്ങ. അതുപോലെ ചെറിയ ഉള്ളി ഒരു 2-3 അല്ലി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ നമ്മൾക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ടാണ് കേട്ടോ ഞാനിത് ഒതുക്കിയെടുക്കുന്നത്. ഇതിൽ നമുക്ക് ചെറിയ ജീരകം ഇഷ്ടമില്ലാത്ത മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് അതെടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര വേണ്ടുള്ളൂ. ഒത്തിരി ഇങ്ങനെ അരഞ്ഞു പോകുമൊന്നും വേണ്ട കേട്ടോ. ഏതാണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. അതാ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട പോലെ തന്നെയാണ് കേട്ടോ ഈ പച്ചക്കറി ഇരിക്കുന്നത്. ഏതാണ്ടൊക്കെ വേഗമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുകയുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ചേനയൊക്കെ വെന്ത് വരിക ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ, ഒരുപാട് ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം. അപ്പോൾ ഇതാ ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ചേനയാണ് ആദ്യം നമുക്കൊന്നിങ്ങനെ ഒടിച്ച് നോക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ടുണ്ടല്ലോ, അപ്പോൾ തേങ്ങാക്കൂട്ടിട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈര്, നല്ല പുളിച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മേളിൽ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ബൗൾ നിറയെ. അപ്പോൾ അത്രയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു രീതിയിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല.
നല്ല രുചിയായിട്ടുള്ള അധികം വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോവാത്ത നല്ല സ്വാദുള്ള അവിയലാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്നത്. ഈ അവിയൽ ഇഷ്ടമില്ലാത്തവരാരും നിന്നെ കാണില്ല. ഇത് നമ്മൾ സദ്യ അവസരങ്ങളിലല്ലാതെ തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അവിയലിപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ട കെട്ടാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഈ തേങ്ങയൊക്കെ ഇതിലൊന്ന് പിടിക്കുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. തേങ്ങ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് അടച്ച് വയ്ക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാലാവും കേട്ടോ. അപ്പോൾ അതായത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നത്. തേങ്ങ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതാ നല്ല രുചികരമായിട്ടുള്ള അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ വെള്ളമൊന്നുമില്ലാതെ തന്നെ നമ്മൾ തനിനാടൻ രീതിയിൽ അവിയൽ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനടിയിൽ കണ്ട ഒട്ടും തന്നെ വെള്ളമില്ല. പച്ചക്കറികളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. ഇനി ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഒത്തിരി നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഉടഞ്ഞ് വരും. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള അവിയൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിനൊക്കെ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കും. ഒട്ടും തന്നെ ഉടഞ്ഞു പോവാതെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത